മഴക്കാലമാണ്. മഴക്കാലം തേനീച്ച കൃഷിയെക്കുറിച്ചും തേനീച്ച കർഷകരെ സംബന്ധിച്ചും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. മഴക്കാലത്തിൻ്റെ ആരംഭം മുതലേ വാസ്തവത്തിൽ തേനീച്ച കൂടുകൾക്ക് പഞ്ഞ മാസമാണ്. ആവശ്യത്തിന് പൂമ്പൊടിയോ തേനോ കിട്ടാത്ത സമയം. വേനൽക്കാലത്തെ തേനെടുക്കലിനു ശേഷം ശേഷിക്കുന്ന അല്പം തേൻ മാത്രമേ സ്വന്തം ഉപയോഗത്തിന് കൂടുകളിൽ ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ജൂൺ മാസം ആരംഭത്തിൽ തന്നെ തേനീച്ചകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരംഭിക്കേണ്ടതുണ്ട്. സാധാരണ ജൂൺ മാസത്തിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയില്ലെങ്കിൽ പഞ്ഞമാസം വരുമ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ല എന്ന മുൻവിധിയിൽ തേനീച്ചകൾ മുട്ടയിടൽ നിർത്തുകയും ക്രമേണ കോളനി ശോഷിക്കുകയും ഈച്ചകൾ കൂടൊഴിഞ്ഞു പോകാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ജൂൺ മാസം ആരംഭത്തിൽ തന്നെ തേനീച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങണം. ഒന്നോ രണ്ടോ തവണ ഭക്ഷണം കൊടുത്ത് ഭക്ഷണം സ്ഥിരമായി കിട്ടുമെന്ന തോന്നൽ ഈച്ച കോളനികൾക്ക് ഉണ്ടാക്കിയതിനു ശേഷമാണ് വാസ്തവത്തിൽ വർഷകാലത്തെ യഥാർത്ഥ ജോലി ആരംഭിക്കുന്നത്. ഇവിടെ കോളനികളുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് ഹണി ചേമ്പറുകൾ, അതായത് മേൽത്തട്ടുകളിലെ അടകൾ നീക്കം ചെയ്യണം. തുടർന്ന് കോളനികളുടെ വലിപ്പം, അതായത് തേനീച്ചകളുടെ എണ്ണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അടിത്തട്ടിലെ പഴകിയ അടകളും നീക്കം ചെയ്യേണ്ടതുണ്ട്. ഈ പ്രക്രിയ നടക്കുമ്പോഴൊക്കെ തന്നെ തേനീച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. ഒരു ഗ്ലാസ് പഞ്ചസാരയിൽ 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് ഉരുക്കി ഉണ്ടാക്കുന്ന ദ്രാവകമാണ് തേനീച്ചകൾക്ക് ഭക്ഷണമായി കൊടുക്കേണ്ടത്. ഇതാകട്ടെ ഒരാഴ്ചയ്ക്ക് 200 മില്ലി എന്ന തോതിലേ കൊടുക്കേണ്ടതുള്ളൂ. കൂടുതൽ കൊടുത്താൽ തേനീച്ചകൾ ക്രമേണ മടിയന്മാരായി തീരാൻ സാധ്യതയുണ്ട്. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് തേനീച്ച കൂടിൻ്റെ അടിത്തട്ടും ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി ഒരു മേൽത്തട്ടും മാത്രമേ നിലനിർത്താൻ പാടുള്ളൂ. ഓരോ തവണയും ഭക്ഷണം കൊടുക്കുമ്പോൾ പെട്ടിയുടെ വളർച്ചയും തളർച്ചയും വിലയിരുത്തുകയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും വേണം. അടിത്തട്ടിലെ പഴകിയ അടകൾ, മുട്ടയില്ലാത്ത അടകൾ ഒക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്.